2018 ജൂൺ 19 എക്സ് എന്ന അമേരിക്കൻ റാപ്പറിന്റെ കൊലപാതകത്തിന്റെ തൊട്ടടുത്ത ദിവസം ജ്യൂസ് വേൾഡിന്റെ ടു സോൺ എന്ന എക്സ്റ്റൻഡഡ് പ്ലേ പുറത്തിറങ്ങുകയാണ്. അതിൽ ആദ്യഗാനം ലെജൻഡ് ലിൽ പീപ്പിനും എക്സിനും നൽകിയ ട്രിബ്യൂട്ട് ആയിരുന്നു. അക്രമ സ്വഭാവങ്ങളും ലഹരിയും കാരണം പുതുതലമുറയിലെ പാട്ടുകാർ 21 വയസ്സ് പോലും പൂർത്തിയാക്കാറില്ല എന്നതായിരുന്നു ലെജൻഡിന്റെ തീം. അതേ എക്സ്റ്റൻഡഡ് പ്ലേയിലെ രണ്ടാമത്തെ ഗാനമായ റിച്ച് ആൻഡ് ബ്ലൈൻഡിലൂടെ ജ്യൂസ് വേൾഡ് പറയുന്നത് തന്റെ തന്നെ ജീവിതത്തെക്കുറിച്ചും തന്റെ ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചുമായിരുന്നു. നിസ്സാരമായ ഏതാനും വർഷങ്ങൾ കൊണ്ട് കേരളത്തിലടക്കം ധാരാളം ആരാധകരെ ഉണ്ടാക്കിയ 18ാമത്തെ വയസ്സിൽ 30 കോടിയുടെ സംഗീത കോൺട്രാക്ട് സ്വന്തമാക്കിയ അദ്ദേഹത്തിന്റെ കഥയും പക്ഷേ വ്യത്യസ്തമായിരുന്നില്ല. 21 വയസ്സ് പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ അദ്ദേഹവും മരണപ്പെടുന്നു. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ലഹരി തകർത്ത അതുല്യ പ്രതിഭ ജ്യൂസ് വേൾഡിന്റെ യഥാർത്ഥ കഥയാണ്. നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്കിടയിലെല്ലാം ധാരാളം ആരാധകരുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തെറ്റായ കഥകൾ പ്രചരിക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണമാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കഥയുമായിട്ട് വന്നിട്ടുള്ളത്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ, പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. ജേറഡ് ആന്റണി ഹിഗിൻസ് എന്നായിരുന്നു ജ്യൂസ് വേൾഡിന്റെ യഥാർത്ഥ പേര്. 1998 ഡിസംബർ മാസം 2-ാം തീയതി അമേരിക്കയിലെ ഇല്ലിനോയ്സിലാണ് ഈ കുട്ടി ജനിക്കുന്നത്. അച്ഛനും അമ്മയും ഈ കുട്ടിക്ക് ഒരു 3 വയസ്സുള്ള സമയത്ത് വേർപിരിയാണ്, ഡിവോഴ്സ് ആവുകയാണ്. പിന്നീട് അമ്മയാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. കാർമെല്ല വാലസ് എന്ന് പേരുണ്ടായിരുന്ന അമ്മ നല്ല സ്നേഹമതിയായിരുന്നു എന്നും നല്ല വാത്സല്യം നൽകുന്ന ഒരു അമ്മയായിരുന്നു എന്നും ഈ കുട്ടി പിൽക്കാലത്ത് പല സമയത്തും ഓർത്തെടുത്തിട്ടുണ്ട്. അമ്മ പല കാര്യങ്ങളിലും കൂടെ നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷേ അമ്മയുടെ ഒരു ചെറിയ പ്രശ്നം, അമ്മ കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു, കുറച്ചധികം തന്നെ മതവിശ്വാസിയായിരുന്നു. അതുകൊണ്ട് മതത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു വന്ന് അതിനു വേണ്ട സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാൻ ഈ അമ്മ തയ്യാറായിരുന്നില്ല. ആ രീതിയിലാണ് ഈ കുട്ടിയെ അമ്മ വളർത്തുന്നത്. ഹിഗിൻസിന് സംഗീതത്തിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരുന്നു, പാടാൻ ഇഷ്ടമായിരുന്നു. എന്നാൽ മതത്തിന്റെ യാഥാസ്ഥിതിക ചട്ടക്കൂടുകളിൽ മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മ ഈ കുട്ടിയെ എല്ലാ പാട്ട് കേൾക്കാനും പാടാനും ഒന്നും സമ്മതിക്കില്ല. പോപ്പ് സംഗീതവും റോക്ക് സംഗീതവും കേൾക്കുന്നതിന് അമ്മയ്ക്ക് വിരോധമില്ലായിരുന്നു. അത് പാടാനും അമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ ഹിപ്പ് ഹോപ്പ് സംഗീതവും റാപ്പ് സംഗീതവും അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അത് മതത്തിനെതിരാണ് എന്നും അമ്മ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അത്തരം സംഗീതങ്ങൾ കേൾക്കാനോ പാടാനോ പാടില്ല എന്ന കർശന ശാസന തന്നെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. എന്നാൽ ഈ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ റാപ്പ് സംഗീതത്തോട് വലിയൊരു അഭിനിവേശം ഉണ്ടാവുകയാണ്. മൊബൈൽ, TV, ലാപ്ടോപ്പ്, നമ്മുടെ സ്ക്രീൻ ടൈം ഇപ്പോൾ ഒരുപാട് കൂടുതലാണല്ലേ. ഈ സമയത്ത് നമ്മുടെ കണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ സന്ദർഭങ്ങളിൽ കണ്ണിനെ സംരക്ഷിക്കാൻ ഉപകാരപ്രദമാണ് ഇന്റലിലെൻസിന്റെ നേവിഗേറ്റർ ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസസ്. ഇതൊരു 0 പവർ ബ്ലൂ കട്ട് ആന്റി ഗ്ലെയർ ഗ്ലാസ് ആണ്. മൊബൈലിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറച്ച് നമ്മുടെ കണ്ണിനെ ഇത് സംരക്ഷിക്കും. പിന്നെ ഇത് പുറത്തു പോകുമ്പോഴും വെക്കാം, കാരണം ഇതിൽ UV ഫിൽറ്റർ ഉണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ ഗ്ലാസിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹിഗിൻസിന് സംഗീതത്തിൽ ഉണ്ടായിരുന്ന താല്പര്യത്തിന് അമ്മ എതിര് നിൽക്കുന്നില്ല. അവനെ സംഗീതം പഠിക്കാൻ, പ്രത്യേകിച്ച് പിയാനോ പഠിക്കാൻ കൂടെ അമ്മ നിർബന്ധിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കുട്ടിക്ക് താല്പര്യം റാപ്പ് സംഗീതമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കാനുള്ള അവസരത്തിന് വേണ്ടി ഇവൻ പലപ്പോഴും കസിൻസിന്റെ വീട്ടിൽ പോകുമായിരുന്നു, ബന്ധുക്കളുടെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ നിന്ന് ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ച് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഈ സംഗീതം കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ കേട്ട് പാടുക എന്നതായിരുന്നു ഹിഗിൻസിന്റെ ഒരു പ്രധാന ഹോബി. എന്നാൽ ഇവന് ഈ സംഗീതത്തിൽ വളരെയധികം താല്പര്യം വരികയാണ്. കുറച്ചധികം തന്നെ താല്പര്യം വരുന്നു. 1-2 മണിക്കൂറൊന്നും കേട്ടാൽ പോരാ. പിന്നീട് ഈ കുട്ടി ചെയ്യുന്നത് കുറച്ചധിക കാലം തന്നെ, കുറച്ചധിക സമയം തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി ചിലവഴിക്കുകയാണ്. ഇങ്ങനെ ചിലവഴിച്ച് ഈ പാട്ടിൻ്റെ ഏതാനും വരികളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ചെറിയ കുട്ടിയാണ്, 10 വയസ്സ് പോലും ആയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടിക്ക് റാപ്പ് സംഗീതത്തിൻ്റെ വരികളൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേൾക്കുന്നത് കേട്ടങ്ങ് പഠിക്കുക എന്നുള്ള രീതിയിൽ ഇവൻ കേട്ട് ഇവന് ഇഷ്ടമുള്ളതുപോലെ പാടുകയാണ്. അങ്ങനെ എന്തായാലും മുറിഞ്ഞ വരികളുമായി സ്വന്തം വീട്ടിലേക്കെത്തി സ്വന്തം ഇഷ്ടത്തിന് ഫ്രീ സ്റ്റൈലിൽ പാട്ട് പാടുക എന്ന കാര്യമായിരുന്നു ഈ കുട്ടി ചെറുപ്പത്തിൽ തന്നെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടിൻ്റെ വരികൾ തെറ്റായിരുന്നു എങ്കിൽ കൂടി നല്ല വരികൾ ചേർത്ത് നല്ല സംഗീതം കൊടുത്ത് പാടാൻ വേണ്ടി ഈ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. തൻ്റെ വീടുണ്ടായിരുന്ന ഇല്ലിനോയ്സിലെ ഒരു ഹൈസ്കൂളിലാണ് ഈ കുട്ടി ചെറുപ്പത്തിൽ പഠിക്കുന്നത്. എന്നാൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് അങ്ങനെ പാട്ട് പാടാനുള്ള അവസരമൊന്നും കാര്യമായിട്ട് ലഭിക്കുന്നില്ല. ഈ സമയത്ത് ഈ കുട്ടിക്ക് ഏറ്റവും താല്പര്യം ഫ്യൂച്ചർ എന്ന അമേരിക്കൻ റാപ്പറിന്റെ പാട്ട് കേൾക്കാനും അത് പാടാനുമല്ലായിരുന്നു. ഈ സമയത്താണ് ജെയ്ലൻ എന്ന ഹിഗിൻസിന്റെ ഒരു സഹപാഠി സ്കൂളിൽ പുതിയൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു സ്കൂൾ റേഡിയോ തുടങ്ങാം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് സ്കൂളിൽ ഈ ജെയ്ലൻ എന്ന കുട്ടി ഒരു റേഡിയോ സ്ഥാപിക്കുകയാണ്. ടീച്ചേഴ്സിനെല്ലാം നല്ല താല്പര്യം ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഒരു ഇനീഷ്യേറ്റീവ് അല്ലേ, അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ അവസരം ഹിഗിൻസ് പരമാവധി മുതലെടുക്കുകയാണ്. അദ്ദേഹം അവസരം കിട്ടുമ്പോഴെല്ലാം ഈ റേഡിയോയിലൂടെ പാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
അങ്ങനെ പാടി ആ സ്കൂളിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രീ സ്റ്റൈൽ പാട്ടുകാരൻ എന്ന പേര് കൂടി ഹിഗിൻസിന് കിട്ടുകയാണ്. ടീച്ചേഴ്സിനിടയിലും എന്തിന് കുട്ടികൾക്കിടയിൽ പോലും ഇദ്ദേഹത്തിന് ധാരാളം ആരാധകരുണ്ടാവുകയാണ്. ചെറിയൊരു കുട്ടിയാണ്, ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. എല്ലാവരും ഇവനെ ആരാധനയോടെയാണ് നോക്കുന്നത്. കാരണം ഇവൻ പാടുന്നത് പോലെ റാപ്പ് പാടാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. മനോഹരമായി പാടുന്നു. പെൺകുട്ടികൾക്കിടയിൽ നിന്നും ആൺകുട്ടികൾക്കിടയിൽ നിന്നും ധാരാളം ആരാധകരുണ്ടാവുകയാണ്. ഒരു സ്റ്റാറായിട്ട് മാറുകയാണ്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. പാട്ടിൽ അമിതമായ ശ്രദ്ധ വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൽ ഉഴപ്പുകയാണ്. പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്ന ഹോംവർക്ക് ചെയ്യാൻ പോലും ഇദ്ദേഹം തയ്യാറാവുന്നില്ല. പൂർണ്ണ സമയവും പാട്ടിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. പഠിക്കാൻ പറയുന്ന സമയങ്ങളിൽ പാട്ട് എഴുതാനും പുതിയ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യാനും ഇദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2014 16 വയസ്സാണ് പ്രായം, കൗമാര പ്രായമാണ്. ഈ സമയത്ത് ഹിഗിൻസിന് സ്കൂളിൽ ഒരു കുട്ടിയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് ഹിഗിൻസ് ആലോചിക്കുകയാണ്. അപ്പോൾ മനസ്സിലാവുന്നു ഈ കുട്ടിക്ക് ഒരു ബാൻഡിനെ വളരെ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്, അവരുടെ പാട്ടുകൾ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അറിയുന്നത് പാട്ടാണല്ലോ. ഈ ബാൻഡിന്റെ പാട്ടുകൾ പ്രത്യേകമായി യൂട്യൂബ് വഴി കേട്ട് പഠിക്കാനും അതുമാത്രമല്ല അവരുടെ താളത്തിനനുസരിച്ച് ഗിറ്റാർ വായിക്കാനും ഈ കുട്ടി സ്വയം പഠിക്കുകയാണ്. ഹിഗിൻസ് അങ്ങനെ പിന്നീട് സ്കൂളിൽ വെച്ച് നടക്കുന്ന സ്റ്റേജ് പരിപാടികളിലെല്ലാം ഈ കുട്ടിയുടെ, അതായത് ഇദ്ദേഹം ഇഷ്ടപ്പെടുന്ന കുട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബാൻഡിന്റെ പാട്ടുകൾ മാത്രം പാടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. കൗമാരപ്രായത്തിലെ അട്രാക്ഷൻ കൊണ്ടാണെങ്കിലും ഇതെല്ലാം ഇവന്റെ സംഗീതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നന്നായിട്ട് പാട്ട് പാടാൻ ആ പ്രായത്തിൽ പഠിക്കാനുള്ള അവസരം ഈ പ്രണയം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇദ്ദേഹം ഈ സമയത്ത് തന്നെ സൗണ്ട് ക്ലൗഡിൽ ജ്യൂസ് ദ കിഡ് എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ്. 1992 പുറത്തിറങ്ങിയ ജ്യൂസ് എന്ന സിനിമയുടെ പേരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജ്യൂസ് ദ കിഡ് എന്ന് ആ കുട്ടി സൗണ്ട് ക്ലൗഡ് അക്കൗണ്ടിന് പേര് കൊടുക്കുന്നത്. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമെയിലിൻ്റെ പേരെങ്ങനെയായിരിക്കുന്നു. കാരണം നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ടെക്നോളജി കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പേരുകൾ വളരെ വിചിത്രമായിരിക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് സൗണ്ട് ക്ലൗഡിൽ ആദ്യമായി ഉണ്ടാക്കുന്ന അക്കൗണ്ട് ആയതുകൊണ്ടും ജ്യൂസ് ദ കിഡ് എന്ന് തന്നെ ആ കുട്ടി പേര് കൊടുക്കുകയാണ്. സംഗീതത്തിൽ നല്ലൊരു ഭാവി തനിക്കുണ്ടെന്ന് ജ്യൂസ് വേൾഡിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അമിതമായ ലഹരി ഉപയോഗമായിരുന്നു. വലിയ പ്രായത്തിലുള്ള കാര്യമല്ല പറയുന്നത്, 16ാമത്തെ വയസ്സിലുള്ള കാര്യമാണ് പറയുന്നത്. ലോസ് ഏഞ്ചലസ് ടൈംസിലെ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് 6ാമത്തെ വയസ്സിലാണ് ഈ കുട്ടി ആദ്യമായിട്ട് കോഡെയിൻ എന്ന് പറയുന്ന മാരകമായ ഒപ്പിയം ഡ്രഗ് ഉപയോഗിക്കുന്നത്. ഉറക്ക ഗുളിക എന്നെല്ലാം പറയുന്നത് പോലെ ശരിക്കും തലയ്ക്ക് പിടിക്കുന്ന ഒരു ഡ്രഗാണ്. ആ ഡ്രഗ് അമിതമായി ഉപയോഗിക്കുന്നത് അതിമാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും. ഇത് ഉപയോഗിക്കുന്നത് 6ാമത്തെ വയസ്സിലാണ്. അതായത് ഇത്രയും ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് ആദ്യമായി ഇദ്ദേഹം ഡ്രഗ് ഉപയോഗിക്കുന്നത്. എന്താണെങ്കിലും ലഹരി ഉപയോഗം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിനുവേണ്ട പണം കണ്ടെത്തിയിരുന്നത് ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടായിരുന്നു. പാട്ടുകൂടെ അതിൻ്റെ ഇടയിൽ വന്ന സമയത്ത് കൂടുതൽ പണം ആവശ്യമായിട്ട് വന്നു. അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹം ഒരു കാർ ഫാക്ടറിയിലെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ പണത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിക്കപ്പെടുന്നത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. 2015 ജനുവരിയിൽ വാട്ട് ഈസ് ലവ് എന്നൊരു മിക്സ് ടേപ്പ് ഇദ്ദേഹം പുറത്തിറങ്ങുന്നുണ്ട്. സാധാരണ ഒരു മിക്സ് ടേപ്പിൽ ഒന്നിലധികം ഗാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഇതിൽ ഫോറെവർ എന്ന് പറയുന്ന ഒരു ഗാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ ക്ലാരിറ്റിയിലൊന്നും അല്ലായിരുന്നു ആ പാട്ട് പുറത്തേക്ക് ഇറക്കിയത്. എങ്കിൽ പോലും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. എന്നാൽ വലിയ ഹിറ്റായി എന്നൊന്നും പറയാനില്ല. കുറച്ച് ആളുകളെല്ലാം കാണുന്നു, നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്നു. അങ്ങനെ നല്ല അഭിപ്രായങ്ങൾ കണ്ടപ്പോൾ ശരി, എന്നാൽ ഇനിയും പാട്ടുകൾ ചെയ്യാം, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് 1ഉം 2ഉം അഭിപ്രായങ്ങൾ മാത്രം മതി. ആ അഭിപ്രായങ്ങളായിരിക്കാം നമ്മളെ മുന്നോട്ട് നയിക്കുക. ഇതുപോലെ ഇദ്ദേഹത്തിന് ചെറിയ അഭിപ്രായങ്ങൾ കിട്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നല്ല മോട്ടിവേഷൻ വരികയാണ്. പുതിയ പാട്ടുകൾ ചെയ്യാം എന്ന ആഗ്രഹം ഇദ്ദേഹത്തിന് ഉണ്ടായിത്തീരുകയാണ്. 2015-16 കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരുപാട് പാട്ടുകൾ സൗണ്ട് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മൊബൈലിൽ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്ത് ചുമ്മാ അപ്ലോഡ് ചെയ്യാണ്, ആളുകൾ കാണുമോ എന്നറിയാൻ വേണ്ടി മാത്രം. എന്നാൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ഒരു പാട്ട് കേട്ടത് ഒരു ബീറ്റ് പ്രൊഡ്യൂസർ ആയിരുന്നു. സൈഡ് പീസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇത് കേൾക്കുകയാണ്. ഇദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നുന്നു. ഈ കുട്ടിക്ക് വേണ്ട ബീറ്റ് ഇനി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് നൽകും എന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. സൈഡ് പീസ് ഒറ്റയ്ക്ക് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുകയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിരുന്ന നിക്മെറ എന്ന് പറയുന്ന വ്യക്തിയെയും ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിനും ഈ പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. ഈ കുട്ടി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്, നമുക്ക് ഇവന് വേണ്ടി ബീറ്റ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് നൽകാമെന്ന് ഇരുവരും ചേർന്ന് തീരുമാനിക്കുകയാണ്. പിന്നീടുള്ള ജ്യൂസ് വേൾഡിന്റെ ഒട്ടനേകം പാട്ടുകളിൽ ഇവരാണ് ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നൽകുന്നത്. ചിക്കാഗോയിലെ തനത് സംഗീതത്തിൽ നിന്ന് മാറിയ ഒരു വ്യത്യസ്തത ജ്യൂസ് വേൾഡിന്റെ സംഗീതത്തിൽ ഈ ബീറ്റ് പ്രൊഡ്യൂസേഴ്സിന് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അതുകൂടാതെ സംഗീതത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ പ്രയാസമുള്ള വികാരങ്ങളെയെല്ലാം വളരെ എളുപ്പത്തിൽ അനായാസമായി മനോഹരമായി തന്നെ
ജ്യൂസ് വേൾഡ് പ്രതിഫലിപ്പിക്കുന്നതും ഇവർക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. നല്ലൊരു ഭാവി തന്നെ ഇവർ ജ്യൂസ് വേൾഡിൽ കാണുകയാണ്. എന്നാൽ ആ സമയത്തും സൗണ്ട് ക്ലൗഡിലെ പേര് ജ്യൂസ് ദ കിഡ് എന്നായിരുന്നു. അങ്ങനെയുള്ള പേര് വെച്ച് എന്തായാലും വലിയ ഉയരത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് ബീറ്റ് പ്രൊഡ്യൂസേഴ്സിന് മനസ്സിലാവുകയാണ്. അവർ പറയുന്നു ഈ പേരൊന്ന് മാറ്റണം. അങ്ങനെയാണ് ജ്യൂസ് വേൾഡ് എന്ന് ആ പേര് മാറ്റുന്നത്. പിന്നീട് എന്തായാലും നല്ല ഹിറ്റ് പാട്ടുകൾ തന്നെ പിറക്കുന്നുണ്ട്. 2017 നത്തിങ് ഡിഫറെൻ്റ് എന്ന 3 പാട്ടുകൾ അടങ്ങിയ ഒരു എക്സ്റ്റൻഡഡ് പ്ലേ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ പലപ്പോഴും ലഹരിയെ മഹത്വവൽക്കരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ 2018 ഓൾ ഗേൾസ് ആർ ദി സെയിം എന്ന ഗാനം വളരെ വലിയ ഹിറ്റാവുകയാണ്. എല്ലാവരും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ഗാനം ബിൽബോർഡ് റെക്കോർഡ് ചാർട്ടിലും ഇടം പിടിക്കുകയാണ്. അതുമാത്രമല്ല, അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ലൂസിഡ് ഡ്രീംസ് എന്ന് പറയുന്ന ഗാനം ഈ ഗാനത്തിലും അധികം ഹിറ്റാവുന്നു എന്ന് മാത്രമല്ല ഹോട്ട് ബിൽബോർഡ് 100-ൽ 2ാം സ്ഥാനത്തെത്തുകയാണ്. വളരെ കുറഞ്ഞ സംഗീതത്തിൻ്റെ മാത്രം പരിചയമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ബിൽബോർഡ് റെക്കോർഡ് ചാർട്ടിൽ 2ാം സ്ഥാനത്ത് എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്ന തുല്യമായ നേട്ടം തന്നെയായിരുന്നു. 999 എന്ന പേരുള്ള ഒരു ഗാനം കൂടി ഇറങ്ങിയതോടെ ഇദ്ദേഹം വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയാണ്. സംഗീത സംവിധായകരും പുതിയ ഗായകരും റാപ്പ് സംഗീതത്തെ സ്നേഹിക്കുന്നവരും എല്ലാം തന്നെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയാണ്. ഇദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയാണ്. അതുമാത്രമല്ല, ഈ ഹിറ്റുകൾ പിറന്നതോടെ $3 മില്യൺ കോൺട്രാക്റ്റ് ആണ് ഇദ്ദേഹം സൈൻ ചെയ്യുന്നത്. $3 മില്യൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 കോടിയോളം ഇന്ത്യൻ രൂപയാണ്. അതായത് അത്രയും വലിയ പണത്തിന്റെ കോൺട്രാക്റ്റ് പോലും വളരെ ചെറിയ പ്രായത്തിൽ ഇദ്ദേഹം സൈൻ ചെയ്യുകയാണ്. എന്താണെങ്കിലും ഇദ്ദേഹം സംഗീത ലോകത്ത് പിച്ച വെച്ച് വരികയാണ്. ഇദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു റാപ്പർ ഉണ്ടല്ലോ, അദ്ദേഹത്തോടൊപ്പം പോലും സ്റ്റേജ് പങ്കിട്ട് പാട്ട് പാടാനുള്ള അവസരം ഇദ്ദേഹത്തിന് വന്നു ചേരുകയാണ്. അതായത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ റൊണാൾഡോയും മെസ്സിയെയും എല്ലാം നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്, അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കുന്നത് പോലെ. അതുപോലെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ കൂടെ കളിക്കുന്നത് പോലെയും ധോണിയുടെ കൂടെ കളിക്കുന്നത് പോലെയും എല്ലാം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഏതാണ്ട് അതുപോലുള്ള സ്വപ്ന തുല്യമായൊരു നേട്ടമാണ് ഇദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഗായകൻ്റെ പാട്ട് കേട്ടാണ് ഇദ്ദേഹം റാപ്പ് സംഗീതത്തോട് അടുത്ത് വരുന്നതും ഇഷ്ടപ്പെട്ടു വരുന്നതും. അതേ വ്യക്തിയുടെ കൂടെയാണ് ഇപ്പോൾ ഒരേ സ്റ്റേജിൽ പാട്ട് പാടിയിരിക്കുന്നത്. 2018 ജൂൺ 18 എന്തായാലും ആ കാര്യം സംഭവിക്കുകയാണ്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. XXX ടെൻഡാസിയൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ റാപ്പർ കൊല ചെയ്യപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് എന്തായാലും ടൂസൂൺ എന്ന എക്സ്റ്റൻഡഡ് പ്ലേ പുറത്തിറങ്ങുന്നു എന്ന കാര്യവും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഈ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഈ പാട്ടുകളും വല്ലാതെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അതിനുശേഷവും ഹിറ്റുകൾ പിറക്കുകയാണ്. റോബറി, കമാൻഗോ, MT, ബേൺ, ബാഡ് ബോയ് തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര ഹിറ്റുകളാണ് സംഗീത ലോകത്തേക്ക് പിച്ച വെച്ച് വരുന്ന 21 വയസ്സ് പോലും പൂർത്തിയായിട്ടില്ലാത്ത ആ കുട്ടി നിർമ്മിച്ചെടുക്കുന്നത്. അത്രത്തോളം വലിയൊരു പ്രതിഭ തന്നെ ആ മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2019 ഡിസംബർ 8 നമ്മൾ എക്സിന്റെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പെട്ടെന്നുള്ള വിരാമം ഉണ്ടാവുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു അന്ത്യം ആ കഥയ്ക്ക് സംഭവിക്കുന്നു. തന്റെ പ്രൈവറ്റ് ഗൾഫ്സ്ട്രീം ജെറ്റിൽ ലോസ് ഏഞ്ചലസിൽ നിന്ന് ചിക്കാഗോയിലെ മിഡ്വേ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരികയായിരുന്നു ജ്യൂസ് വേൾഡ്. എന്നാൽ അതേ വിമാനത്തിൽ തന്നെ തോക്കുകളും ലഹരി പദാർത്ഥങ്ങളും കടത്തുന്നുണ്ട് എന്ന വിവരം മുൻകൂട്ടി പോലീസിന് ലഭിക്കുകയാണ്, ലോ എൻഫോഴ്സ്മെന്റിന് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജ്യൂസ് വേൾഡിന്റെ ഈ വിമാനം പരിശോധിക്കാൻ വേണ്ടി തയ്യാറായി ലോ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജ്യൂസ് വേൾഡിന്റെ വിമാനം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അദ്ദേഹം വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ ബാഗ് ലോ എൻഫോഴ്സ്മെന്റ് പരിശോധിക്കാൻ തുടങ്ങിയ ആ സമയത്ത് ഇദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. 32 കിലോയോളം മരിജുവാനയായിരുന്നു അന്നവർ കടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അത്രത്തോളം ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ലഹരി പദാർത്ഥങ്ങൾ കടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ നിരവധി ഒപ്പിയോയിഡ് ഡ്രഗുകൾ, അതായത് മാരകമായ ഉറക്ക ഗുളികകൾ, വേദന സംഹാരികളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നാൽ മരിജുവാന പിടിച്ചാലും തൻ്റെ കയ്യിലുള്ള ഒപ്പിയോയിഡ് ഡ്രഗ്സ് ലോ എൻഫോഴ്സ്മെന്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ മരുന്നുകൾ ഒന്നിച്ച് വിഴുങ്ങുകയാണ്. ഇത്രയധികം ഒപ്പിയോയിഡ് ഡ്രഗുകൾ മനുഷ്യ ശരീരത്തിലെത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയേണ്ടതില്ല. വേദന സംഹാരികൾ അത്രയധികം കഴിച്ചതുകൊണ്ട് വേദനയില്ലാത്ത ഇരുട്ടിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം യാത്രയായി. അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. കാരണം അത്രയും വലിയൊരു ബുദ്ധിമോശമാണ് ആ ചെറിയൊരു കുട്ടി എന്ന് തന്നെ പറയാം. കാരണം സംഗീത ലോകത്ത് പിച്ച വെച്ച് വരികയാണ്, ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അത്രയും ചെറിയൊരു പ്രായത്തിൽ മരണപ്പെടുകയാണ്. നല്ലൊരു പ്രതിഭ ഉള്ളിലുണ്ടായിട്ടും
ലോകത്തിന് ഒരുപാട് സംഗീതങ്ങൾ നൽകാനുള്ള കഴിവുണ്ടായിട്ടും അദ്ദേഹത്തിനത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയത് ലഹരിയുടെ പിടിയിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. നമ്മൾ പറയുന്നത് പോലെ ആദ്യം നമ്മൾ ലഹരി ഉപയോഗിക്കും, പിന്നെ ലഹരി നമ്മളെ ഉപയോഗിക്കും എന്ന് പറയുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അമിതമായ ലഹരി ഉപയോഗം അദ്ദേഹത്തിന് നൽകിയത്. എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജ്യൂസ് വേൾഡ് എന്ന അമേരിക്കൻ റാപ്പറുടെ കഥ വളരെ ചുരുക്കി മാത്രമാണ്. അധിക കാലമൊന്നും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുവരെയുള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടെ വളരെ ചുരുക്കി പറയാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഇത് കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റായിട്ട് എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇന്ത്യൻ ലെൻസിൻ്റെ നേവിഗേറ്റർ ബ്ലൂ കട്ട് കമ്പ്യൂട്ടർ ഗ്ലാസസ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.